മച്ചാന്മാരെ, അങ്ങനെ നമ്മുടെ ലെൻസിൻ്റെ കുടുംബത്തിലേക്ക് മൂന്നാമതൊരു മരണമാസ് വണ്ടി കൊണ്ടാണ് നമ്മന്ന് വന്നേക്കണം. അപ്പോൾ നമ്മന്ന് കൊണ്ടാക്കണത് ഒരു BMR വണ്ടിയാണ്, സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. BMR കിഡു ലൈറ്റ് വർക്കും സെറ്റ് വർക്കൊക്കെ ആയിട്ടാണ് വണ്ടി വന്നേക്കണത്. കാണുമ്പോൾ തന്നെ അറിയാം വണ്ടിയുടെ പവർ എന്താവുന്ന. BMR ഫാൻസ് എല്ലാവരും ലൈക്ക് അടിച്ച് പൊളിക്കുക ഗൈസ്. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് റിവേഴ്സ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് പിക്സൽ നെയിമോട് കൂടിയാണ് വണ്ടി ഞാൻ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഇത് ഒരു ടീമിൻ്റെ എടുത്തതാണ് ഈ വണ്ടി. പിക്സൽ നെയിമോട് കൂടി വണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എലൻസിൻ്റെ കുടുംബത്തിലേക്ക് വന്ന മൂന്നാമത്തെ ഒന്നിനും നമ്മൾ തോറ്റു കൊടുക്കില്ല ഗൈസ്. നമ്മുടെ എലൻസിൻ്റെ കുടുംബത്തിലേക്ക് നാലാമത് ദിവസം വന്നിട്ടുണ്ടെങ്കിൽ, അതും ഈ മരണമാസ സാധനം പോലത്തെ ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ, അടുത്തതും ഇനിയും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ വണ്ടിയുടെ എഡീഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ കരിവീരൻ എന്നാണ്. ഇപ്പോൾ വണ്ടി എങ്ങനെയുണ്ട് ഗൈസ്? പവറല്ലേ, പവറേഷല്ലേ. അപ്പോൾ നമുക്ക് ഈ വണ്ടി കൊണ്ടാണ് നാളെ പുലിമട ഫാൻസ് ട്രിപ്പ് പോകേണ്ടത്. നമുക്ക് എങ്ങോട്ടല്ല ഗൈസ്, നമ്മുടെ 1Sൻ്റെ ഷെഡിലേക്ക് ഗൈസ്, പുലിമട ഫാൻസ് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയും പിന്നെ നമ്മുടെ എലൻസിൻ്റെ 3 വണ്ടികളും കൂടിയായിരിക്കും ആ ട്രിപ്പ് പോവുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് സബ്. അപ്പോൾ ഈ വണ്ടി കിടു വണ്ടിയാണ്. എങ്ങനെയുണ്ട്? ഉള്ളിൽ ഭയങ്കര സെറ്റ് വർക്കാണ് വന്നിരിക്കുന്നത്, ക്യാബിനിലടക്കം. അപ്പോൾ ആ വണ്ടിയുടെ പവർ നിങ്ങൾക്കറിയാലോ. ഇത്രയും സെറ്റ് വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിലത്തെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതേ ഇല്ല. പിന്നെ വണ്ടിയുടെ ഡാഷ്ബോർഡും സ്റ്റീറിങ്ങിൻ്റെ അടുത്ത് ഡ്രോൺ ക്യാമറ വന്നിട്ടുണ്ട്. സൈഡിൽ ഡ്രോണൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ക്യാമറ വന്നിട്ടുണ്ട്, വണ്ടി എങ്ങനെയാണ് പോകണമെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു BMR വണ്ടി കൊണ്ടുവരണമെന്ന്. അപ്പോൾ നമുക്കിന്ന് പള്ളിയിൽ പോയി എന്തായാലും പ്രാർത്ഥിച്ചിട്ട് വരാം. എന്തായാലും ഇവിടം വരെ വന്നു. അപ്പോൾ എന്തായാലും ഇനി പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം ഗൈസ്, മര്യാദയ്ക്ക്. നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചെന്നുണ്ട്. ഈ പള്ളിയിൽ വെച്ചൊരു വണ്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ ഞാൻ ഇവിടേക്കാണ് കൊണ്ടുവന്നത്. ഈ ഭാഗത്തു നിന്നാണ് വണ്ടി എടുത്തത്. അപ്പം ഇനി തിരിച്ച് നമ്മൾ തൃശ്ശൂർക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മൾ എറണാകുളത്താണ്. ഇനി തൃശ്ശൂർക്ക് പോകേണ്ടതുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ BMR ബോയ് അങ്ങനെ ഉണ്ടെന്ന് പറയും ഗൈസ്. അപ്പോൾ ഇവിടെ എല്ലാ വട്ടവും ട്രാഫിക്കല്ലോ. അപ്പോൾ കുറേ പിള്ളേർക്കൊക്കെ വണ്ടി കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഇനി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ കാണാം. അപ്പോൾ എന്തായാലും വണ്ടി കിടുവണ്ടിയാവുന്ന മധുവയിൽ ഇറക്കിയിട്ടുള്ള എല്ലാ വണ്ടിയും കിടുവണ്ടികളാണ്. അപ്പോൾ ഈ നാലാമതൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതും കിടുവായിരിക്കണം, പവറേഷ് വണ്ടി ആയിരിക്കണം. ക്യാബിനിലൊക്കെ നല്ല ഡിസൈനാണ് വന്നേക്കണം. ഞാൻ ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് നിർത്തിയിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. ഇന്നലെ രാത്രി പോകുന്നതാണ്, ട്രിപ്പും കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഏകാലവിയനാണ് പോയേക്കണേ. ഇന്ന് എനിക്ക് വണ്ടി എടുക്കാനുള്ള കാരണം ഇത്തിരി ടാസ്ക് ആയിരുന്നു. ഫുഡ് കഴിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് വണ്ടി എടുത്ത് നേരെ തൃശ്ശൂർ കൂടാം. അപ്പോൾ വേറെ എന്തുവാന്ന് വെച്ചാൽ, ഇനി 100 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കിഡു വണ്ടി വരുന്നുണ്ട്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ചാനൽ ഷെയർ ചെയ്യുക, പിന്നെ സബ് ചെയ്യുക. എൻ്റെ ഈ എഫേർട്ടിന് ഇപ്പം എനിക്ക് കിട്ടുന്ന വ്യൂസൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് എനിക്ക് കിട്ടുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിനുള്ള സബ്സ്ക്രൈബ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇന്നലെ തന്നെ 30ആയി. അപ്പോൾ നമുക്കിനി വണ്ടി ഇവിടേക്ക് ഇറക്കിയിടാം. ഇവിടെ ഒന്ന് ഫ്രഷായിട്ട് വേണം ഇനി ഇപ്പം അങ്ങോട്ട് പോകാൻ. ഞാൻ വേണമെങ്കിൽ ലൈറ്റ് വർക്കൊന്ന് കാണിച്ചു തരാം ഗൈസ്. വണ്ടിയുടെ കണ്ടോ, ക്യാബിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഗൈസ്, കിഡ് വർക്കാണ് വന്നേക്കണേ. വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് കണ്ടില്ലേ, അടിയിലൊക്കെ ഭയങ്കര കട്ടക്കുള്ള ലൈറ്റ് വർക്കാണ് വന്നേക്കണേ. കണ്ട, ക്യാബിൻ്റെ ഉള്ളിലൊക്കെ കിഡ് പിക്സൽ വർക്കാണ് വണ്ടി വന്നേക്കണേ.
പ്രത്യേകിച്ച് BMR എന്ന് പറയുമ്പോൾ പിന്നെ അറിയണ്ടല്ലോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം നടക്കട്ടെ. ബാക്കി എല്ലാവരും കുളിക്കണം. അപ്പോൾ അവരൊക്കെ ഒന്ന് കുളിച്ച് സെറ്റായി വരുമ്പോഴത്തേനും ഞാൻ സെറ്റാണ്. എനിക്ക് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. നമ്മുടെ വണ്ടിയിലപ്പോൾ ഇതാണ് എലൻസ്. അപ്പോൾ BMRൻ്റെ ലുക്ക് അങ്ങനെ ഉണ്ട് ഗൈസ്, കിടി ലുക്കല്ലേ. അപ്പോൾ ഇനി ഏത് മോഡൽ വണ്ടി കൊണ്ടുവരണം എന്ന് എല്ലാവരും പറയുക. ഉറക്കം വന്നിട്ട് പോയി ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുള്ള കാരണമാണ് ഞാനിപ്പോഴും ഇത്രയും ഈ 4 വണ്ടികൾ ഇറക്കിയിട്ടുള്ളത്. ഇനിയും വണ്ടികൾ ഇറക്കണം എന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇനി എല്ലാ വണ്ടികളും ഇറക്കണം. ഇപ്പോൾ നമ്മുടെ Z-Honda ഉണ്ട്, Z-Wagon ഉണ്ട്, BMR ഉണ്ട്. അപ്പം ഇനി അടുത്തത് Z-Astra'യുടെ വണ്ടിയായിരിക്കും വരാൻ പോണത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ച് പൊളിക്കുക ഗൈസ്. ഈ വീഡിയോയ്ക്ക് 1.4K ലൈക്ക് കിട്ടിയാൽ അടുത്തൊരു വീഡിയോയിൽ Z-Astra വണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യണ എഡിഷൻ നെയിമിൽ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ആ ലിവറി നിങ്ങൾക്ക് അയച്ചു തരും ചെയ്യും. ഇൻസ്റ്റാഗ്രാം പേജോ വാട്സപ്പ് പേജോ നമ്പർ പിൻ ചെയ്ത ആ ലിവറിയും ഈ വണ്ടിയും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും, മോഡും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ച് പൊളിച്ചോ ഗൈസ്. അപ്പോൾ ഉള്ളിൽ ശരത്തണ്ണനും പിന്നെ MXും തള്ളുകഥകൾ പറഞ്ഞിരിക്കുക ഗൈസ്. നമുക്കത് കേൾക്കാനുള്ള ത്രാണിയൊന്നും ഇല്ല, കാരണമാണ് നമ്മൾ ഫ്രണ്ട് ഇരിക്കണം. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ട്. ഇത് നിങ്ങൾക്കറിയാലോ ഗൈസ്, മറ്റേ തൃശ്ശൂർ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടക്കണ ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇന്ന് വണ്ടി ഇടേണ്ടത്. അപ്പോൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് എല്ലാ വണ്ടികളും ഇവിടെ ഇല്ല. BMR ഇവിടെ കിടക്കും. നമ്മുടെ മറ്റേ 2 വണ്ടികളും ഞാൻ പറഞ്ഞല്ലോ, ഒരു വണ്ടി സൗണ്ട് വർക്കിനായിട്ട് പോയേക്കാണ്, മറ്റേ വണ്ടി ട്രിപ്പും പോയേക്കാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ BMR മാത്രമാണ് ഇപ്പോൾ ഇവിടെ കിടക്കണല്ലോ. അപ്പോൾ വണ്ടി കണ്ടല്ലോ ഗൈസ്, എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഗ്രാഫറൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും വണ്ടി ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇപ്പം ഇത്രേ ഉള്ളൂ. ബൈ, സി യു പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ബാക്കി നാളെ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.